മക്കളെ, കീമിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കീം 2026 പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ, ക്യാൻ ആഡ് കോഴ്സ്. അതായത് കീം രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് സംഭവിച്ച പ്രശ്നങ്ങളാണ്. കുട്ടിക്ക് ഫാർമസി വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഫാർമസി കൊടുത്തില്ല. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണമെന്നുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കൊടുത്തില്ല. അല്ലെങ്കിൽ മെഡിക്കൽ വേണമെന്നുണ്ടായിരുന്നു, മെഡിക്കൽ കൊടുത്തില്ല. അങ്ങനെ ഏതെങ്കിലും കോഴ്സ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് ഈ അപ്ഡേറ്റ് ബാധകമാവുക. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും, ഞാൻ ഇതുവരെ കീം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള സമയമല്ല ഇത്. ഇതുവരെ കീം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇത് ബാധകമല്ല. അത് പുതിയ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേപോലെ ചിലർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ഞാൻ കൊടുത്ത NCL മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് മാറിപ്പോയി. അപ്പോൾ അതിൻ്റെയും അപ്ഡേറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, അടുത്ത അപ്ഡേറ്റ് വരുമോ നോക്കാം. 2, നിങ്ങൾ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തുകൾ അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരുത്തലാണോ, അതുമല്ല, അതിന്റെയും അപ്ഡേറ്റ് വേറെ വരും. ഇത് നിലവിൽ കീം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് കോഴ്സ് ആഡ് ചെയ്യാൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കീമിന് എത്ര കോഴ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, 1 മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ്. ഈ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് കൊടുത്താൽ എക്സാം എഴുതേണ്ട നീറ്റ് എക്സാം വഴിയാണ് നടക്കുക. അതിലാണ് MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ബാങ്കിങ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ഒക്കെ അതിലാണ് വരിക. പിന്നെയുള്ളത് രണ്ടാമത്തേത് എഞ്ചിനീയറിംഗ് ആണ്. ഇതിന് നിങ്ങൾ കീമിന്റെ പേപ്പർ 1, പേപ്പർ 2, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഴുതണം. മൂന്നാമത്തേത് ഫാർമസിയാണ്. ഇതിൽ നിങ്ങൾ പേപ്പർ 1, അതായത് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതിയാൽ മതി, മാത്സ് എഴുതണ്ട. ആർക്കിടെക്ചറിന് നിങ്ങൾ എക്സാം എഴുതേണ്ടതില്ല, രജിസ്റ്റർ ചെയ്താൽ മതി. നാറ്റ എക്സാം ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. അപ്പൊ മെഡിക്കലിന് നീറ്റും ആർക്കിടെക്ചറിന് നാറ്റയും, എഞ്ചിനീയറിംഗും ഫാർമസിയും ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതേണ്ടി വരൂ. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 1 and 2, ഫാർമസി ആണെങ്കിൽ 1. ഈ 2 കൂട്ടർക്ക് മാത്രം, എഞ്ചിനീയറിംഗുകാർക്കും ഫാർമസിക്കാർക്കും മാത്രമാണ് സെപ്പറേറ്റ് എക്സാം ഉണ്ടാവുക. ബാക്കി 2 കൂട്ടർക്കും എക്സാം ഇല്ല. അതും ശ്രദ്ധിക്കണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ ഫെസിലിറ്റി എപ്പോഴാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഫെബ്രുവരി 9 തുടങ്ങി ഫെബ്രുവരി 12 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് കോഴ്സ് ആഡ് ചെയ്യാനുള്ള സമയമുണ്ടാവും. അത് എങ്ങനെയാണെന്ന് കൂടിയുള്ള പ്രൊസീജിയർ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, c.kerala.gov.in നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കയറിയ അതേ സൈറ്റിൽ കയറുക. കീം 2026 ആപ്ലിക്കേഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ആഡ് കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ആഡ് കോഴ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെഡിക്കൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എഞ്ചിനീയറിംഗ് കൊടുക്കാം. മെഡിക്കൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫാർമസി കൊടുക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ മാത്രം, ആർക്കിടെക്ചർ കൊടുക്കാം. അല്ലെങ്കിൽ 3 എണ്ണം കൊടുത്തു, 4ാമത്തേത് കൊടുക്കണം, ഒക്കെ ചെയ്യാം. ഈ 4 കോഴ്സുകളിൽ 3 കൊടുത്തുള്ളൂ, 4ാമത്തെ കൊടുക്കാം. 1 കൊടുത്തുള്ളൂ, ബാക്കി 3 കൊടുക്കാം. എങ്ങനെ വേണം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ എത്ര എണ്ണം ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇത് മാത്രമാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കൊടുത്തു, നിങ്ങൾക്ക് ഫാർമസി കൂടി കൊടുക്കണം. അപ്പോൾ അഡീഷണലി നിങ്ങൾ ഫീ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കോഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ എന്ത് സംഭവിക്കും, ഫീ പേ ചെയ്യണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കൊടുത്തു അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അതിന്റെ അപ്ഡേറ്റ് ഇപ്പൊ നിലവിൽ വന്നിട്ടില്ല. ഇപ്പൊ സോഫാർ നമുക്ക് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം അവർ തന്നിട്ടില്ല. അപ്പോൾ കോഴ്സ് ആഡ് ചെയ്യാൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾ കോഴ്സ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഡീഷണൽ ഫീ പേ ചെയ്യേണ്ടി വരും. ആ ഫീ പേ ചെയ്താലേ അത് കൺഫേം ആവും. ഫീ പേ ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് എടുക്കാം. ആ കൺഫർമേഷൻ പേജിൽ നിങ്ങൾ പുതിയതായി കൊടുത്ത കോഴ്സ് കൂടി ആഡ് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടാവും. ഇതാണ് കീമിന്റെ പുതിയ അപ്ഡേറ്റ്. അപ്പൊ ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.